നമ്മളെന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? അഡീഷൻ അല്ലേ? അഡീഷനില് 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡീഷൻ നമ്മൾ പറഞ്ഞില്ലേ? ഇല്ല അല്ലെ? 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മാത്രല്ലേ പറഞ്ഞേ? ടു ഡിജിറ്റ് നമ്പേഴ്സ് കംപ്ലീറ്റ് ആക്കില്ലേ നമ്മൾ? ആ പേജ് നമ്പർ 89 ആ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തില്ലേ? നെക്സ്റ്റ് പറയാനുള്ളത് 3 ഡിജിറ്റ് നമ്പേഴ്സ്, അതിന്റെ അഡീഷൻ. 3 ഡിജിറ്റ് നമ്പേഴ്സില് ഏതൊക്കെ പ്ലേസസ് വരുന്നേ? വൺസിന്റെ പ്ലേസ് വരുന്നു, ടെൻസിന്റെ പ്ലേസ് വരുന്നു, ഹൺഡ്രഡ്സിന്റെ പ്ലേസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ 3 പ്ലേസും വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ഒരു വ്യത്യാസമില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? അതേപോലെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സും ആഡ് ചെയ്യും. സിമ്പിൾ ആണ് ചെയ്യാൻ. ഒക്കെ ഒരു എക്സാമ്പിൾ നോക്കാം. ആരാ സ്ക്രീനിൽ വരയ്ക്കുന്നേ? ഓക്കെ. 342 plus 451 എങ്ങനെ ചെയ്യും? 342 plus 451 എങ്ങനെ ചെയ്യും നമ്മള്? ഇത് രണ്ടും 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ? ആദ്യം നമ്മള് വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യും. ഏതൊക്കെയാ വൺസിന്റെ പ്ലേസിൽ വരുന്ന? 2ഉം 1ഉം. 2 + 1 എന്നിട്ട് അതിന് നേരെ വൺസിന്റെ കോളത്തില് 3 എഴുതി. അടുത്തത് ടെൻസിന്റെ പ്ലേസിൽ ഏതൊക്കെയാ? 4ഉം 5ഉം അല്ലേ? 4ഉം 5ഉം. 4ഉം 5ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 4ഉം 5ഉം ആഡ് ചെയ്താല് 9. അപ്പൊ ടെൻസിന്റെ പ്ലേസിൽ നേരെ താഴെ 9 എഴുതി. ഇനി ഏത് പ്ലേസ് ബാക്കിയില്ലേ? 100ന്റെ പ്ലേസ് ബാക്കിയുണ്ട് അല്ലേ? അവിടെ 3ഉം ഉണ്ട് 4ഉം ഉണ്ട്. 3ഉം 4ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 7. അപ്പൊ നമ്മള് 7ന്റെ കോളത്തിൽ നേരെ താഴെ 100ന്റെ കോളത്തിൽ നേരെ താഴെ 7 എഴുതി. ഓക്കെ. അപ്പോ 342 plus 451 is equal to എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും? 342 plus 451 is equal to 793. മനസ്സിലായോ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? മനസ്സിലായോ? നിങ്ങൾ ആ പേജ് നമ്പർ 89 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 89. അതിലൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന കണ്ടോ? Add 134 and 242. Add 134 and 242. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാല് എന്ത് ചെയ്യും? അതിനെ കോളം പോലെ എഴുതും അല്ലേ? തന്നിരിക്കുന്നത് പോലെ
വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് ഒക്കെ നേരെ നേരെ താഴെ എഴുതും. ടെൻസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് താഴെ താഴെ എഴുതി. പിന്നെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് താഴെ താഴെ എഴുതി. 134 പ്ലസ് 242. എന്നിട്ട് എന്ത് ചെയ്യാ? സ്റ്റെപ്പ് 1, ആഡ് ദി വൺസ്. വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് ആഡ് ചെയ്തു. എത്രയാ? 4 പ്ലസ് 2 6 എന്ന് കിട്ടി അല്ലെ? ആ 6 നമ്മൾ എവിടെ എഴുതും? വൺസിന്റെ പ്ലേസിൽ നേരെ താഴെ വൺസിന്റെ കോളത്തില് 6 എന്ന് എഴുതി. സ്റ്റെപ്പ് 2 എന്താ? ആഡ് ദി ടെൻസ്. ടെൻസ് ആഡ് ചെയ്യാം. ടെൻസിന്റെ കോളത്തിൽ ഏതൊക്കെയുണ്ട്? 3ഉം 4ഉം. 3ഉം 4ഉം ആഡ് ചെയ്താൽ 7 കിട്ടും. ആ 7 നമ്മൾ എവിടെ എഴുതും? 7 എവിടെ എഴുതും? ടെൻസിന്റെ കോളത്തിൽ നേരെ താഴെ കണ്ടോ? 4ന്റെ നേരെ താഴെ 7 എഴുതിയിട്ട് കണ്ടോ? ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3, ആഡ് ദ ഹൺഡ്രഡ്സ്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ ഏതൊക്കെയാ വരുന്നത്? 1ഉം 3ഉം. 1 പ്ലസ് 3 വി ഗെറ്റ്, സോറി 1ഉം 2ഉം ആ വരുന്നത് അല്ലേ? 1ഉം 2ഉം ആഡ് ചെയ്താല് എത്ര കിട്ടും? 3 കിട്ടും. അത് നമ്മൾ എവിടെ എഴുതി? ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ നേരെ താഴെ 1 പ്ലസ് 2 3 എന്ന് എഴുതി. Thus, the sum of 134 and 242 is 376. 376. മനസ്സിലായോ? 3-digit numbers add ചെയ്തത് മനസ്സിലായോ? All of you listen. എല്ലാരും എന്താ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും കളിക്കുന്നേ? എല്ലാവരുടെ കളി ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് ടെക്സ്റ്റ് നോക്കിയാ പറയാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞു ഇരിക്കുക ചെയ്യണ്ടേ? ടെക്സ്റ്റ് നോക്കാൻ എന്തിനാ മിസ് പറഞ്ഞേ? പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവാനല്ലേ? കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാവരും അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, പുറകോട്ട് തിരിയുന്നു, കൈകൊണ്ട് കളിക്കുന്നു, കാലോണ്ട് കളിക്കുന്നു. എന്താ ഇത്? ക്ലാസ്സിലല്ലേ ഇരിക്കുന്നേ? സ്കൂളിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുക? അപ്പുറം ഇപ്പുറം ഒക്കെ തിരിഞ്ഞു പറഞ്ഞിരിക്കോ? ഇനി ആരെങ്കിലും ഒരാൾ കൈകൊണ്ട് കാലോണ്ട് കളിക്കുന്നത് ഞാൻ ഇവിടുന്ന് കാണട്ടെ. പഠിച്ചു പഠിച്ച് പുറകോട്ട് പോവാ. ആദ്യമൊക്കെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ മടുപ്പ് വന്നോയോ? പഠിക്കണ്ടേ നിങ്ങൾക്ക്? ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇരിക്കുക. ഓക്കെ, okay, then take page number 90. നെക്സ്റ്റ് പേജ് എടുത്തേ. അപ്പൊ 3-digit നമ്പേഴ്സ് ആഡ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് ആദ്യം വൺസിന്റെ പ്ലേസിൽ ആഡ് ചെയ്യാം, ടെൻസിന്റെ പ്ലേസിൽ ആഡ് ചെയ്യാം, ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ളത് ആഡ് ചെയ്യാം. ഇനി പേജ് നമ്പർ 90 എക്സസൈസ് 2.4 കണ്ടോ? എക്സസൈസ് 2.4. ഓക്കെ, അതിന് ഫസ്റ്റ് വൺ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, എക്സാമ്പിൾ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. 713 പ്ലസ് 256. ആദ്യം നമ്മൾ വൺസിന്റെ പ്ലേസിൽ 3ഉം 6ഉം ആഡ് ചെയ്തിട്ട് 9 എഴുതി. പിന്നെ ടെൻസിന്റെ പ്ലേസിൽ 1ഉം 5ഉം ആഡ് ചെയ്ത് 6 എഴുതി. പിന്നെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ളത് 7 പ്ലസ് 2 9 എഴുതി. അപ്പൊ എത്ര നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടി? 969. ഇനി സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. 134 പ്ലസ് 745. ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് എഴുതിയ ടെക്സ്റ്റിനകത്ത്. നോട്ടിനൊന്നും എഴുതണ്ട, ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. 134 പ്ലസ് 745.
ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, അലൻ തോമസ്, അനിഹ, ടെസ, ആൻസൺ, അജിത്, അമന്ന, ഹൈഫ, അഫ്ലർ, ഇഫ്ര, നീറ്റ, ഷിഹാസ്, നാഫി, ഹന്ന, പിന്നെ ആരാ? ശ്രീഹരി ചെയ്ത് കഴിഞ്ഞോ? ഷെർസാദ്, ഡൊമിനിക്, കൗശിക്, എറിക്, മുഹമ്മദ് ടി, മിൻഹാജ് ചെയ്തോ? യെസ്, ഓക്കെ മിൻഹാജ്. സയാൻ. അപ്പൊ എല്ലാവരും ചെയ്ത് കഴിഞ്ഞല്ലേ? സെക്കൻഡ് വൺ 134 plus 745. Answer is 879. 879. Ano? Okay. Then find the answer for third one. Then answer and would say കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചോ? ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ആൻസർ എത്രയാ? 336 plus 202. Answer is 538. ആണോ? 538 ആണോ? ഓക്കെ, വെരി ഗുഡ്. Find the answer for fourth one, fifth one and sixth one. 4ന്റെയും 5ന്റെയും ആൻസർ, 6ന്റെയും ആൻസർ കണ്ടുപിടിച്ചേ. അടുത്ത 3 എണ്ണത്തിന്റെ. കണ്ടുപിടിച്ചോ? 3 എണ്ണത്തിന്റെയും കണ്ടുപിടിച്ചോ? അടുത്ത 3 എണ്ണത്തിന്റെ, 4ന്റെയും 5ന്റെയും 6ന്റെയും. ഓക്കെ, അപ്പൊ മിസ് അതിന്റെ ആൻസർ പറഞ്ഞുതരാം. ഫോർത്ത് വണ്ണിന്റെ ആൻസർ 625 plus 142 is equal to 767. 767 ആണോ? ഓക്കെ. ഫിഫ്ത്ത് വൺ 482 plus 116. എത്ര ആൻസർ? 598 ആണോ? ഓക്കെ, വെരി ഗുഡ്. സിക്സ്ത് വൺ 216 plus 723. Answer is 939. ഓക്കെ, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ എക്സസൈസും ഫുൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ലാസ്റ്റ് വരെ 12ാമത്തെ ക്വസ്റ്റ്യന്റെ വരെ ആൻസർ കണ്ടുപിടിച്ചോ.
നാഫി എല്ലാം ചെയ്ത് കഴിഞ്ഞോ? യെസ്, ഓക്കെ. ബാക്കി എല്ലാവരും ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ പറയട്ടെ. ഓക്കെ. 7th one, 345 plus 444. Answer is 789. ആണോ? 789. Then 8th one, 243 plus 242. Answer is 485. ആണോ? Yes, okay. Then 9th one, 813 plus 112. Answer is 925. 925. Okay, very good. 10th one, 624 plus 132. Answer is 756. Okay, very good. 11th one, 344 plus 552. Answer 896. Yes. 12th one, 241 plus 134. Answer is 375. Okay. അപ്പോ 3 digit numbers add ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ എക്സാമിന് ഇതുപോലെ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ മാത്രമായിട്ടാണോ ക്വസ്റ്റ്യൻ വരിക? ആണോ? ഫൈൻഡ് ദ സം ഓഫ് ദീസ് 2 നമ്പേഴ്സ്. അങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്? ഇപ്പൊ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. There are 15 boys and 12 girls in your classroom. What is the total number of students in your class? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നേ, ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കണ്ടേ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മിസ് ഇപ്പൊ എന്താ ചോദിച്ചേ? There are 15 boys and 12 girls in your class. What is the total number of students of your classroom? Question മനസ്സിലായോ? Question മനസ്സിലായോ? അനക്ക് മനസ്സിലായി. എന്നാ അനക്ക് ഒന്ന് പറഞ്ഞ നമ്മളെ എന്താ ക്വസ്റ്റ്യൻ? പെൺകുട്ടികള് 12ഉം ആൺകുട്ടികളും 5ഉം 15. ഓക്കെ. എന്നിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ? ഗേൾസിന്റെ ആണ്. ഓക്കെ, മിൻഹാജ് പറയുന്നുണ്ട്. മിൻഹാജ് എന്താ പറയണ്ടേ നോക്കാം. കൂട്ടണം. ഓക്കെ, എന്താ കൂട്ടണ്ടേ നമുക്ക് മിൻഹാജ് പറഞ്ഞു നോക്കാം. രണ്ടും ഒന്നിച്ച് കൂട്ടണം. ഫസ്റ്റ് 5ഉം 2ഉം കൂട്ടണം. പിന്നെ 1ഉം 1ഉം കൂട്ടണം. ഈക്വൽ ടു 27. അത് ചെയ്യേണ്ട രീതിയല്ലേ? ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താ മിസ് പറഞ്ഞത്? നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? നിങ്ങളുടെ ക്ലാസ്സില് 15 ബോയ്സ് ഉണ്ട്, 12 ഗേൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ മിൻഹാജ് പറഞ്ഞതുപോലെ 12ഉം 15ഉം തമ്മിൽ ആഡ് ചെയ്തിട്ട് 27 ആൻസർ കിട്ടും. അങ്ങനെ 27 ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാവണ്ടേ? വേണ്ടേ? അപ്പൊ നമുക്ക് ഈ അഡീഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ വെറും നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല ഉണ്ടാവുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരിക.
അതിൽ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള ഒരു 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് 2.5 പേജ് നമ്പർ 90. കണ്ടോ? പേജ് നമ്പർ 90 സോൾവ് ദീസ് വേർഡ് പ്രോബ്ലംസ് ഓൺ അഡിഷൻ കണ്ടോ? എക്സസൈസ് 2.5. അതെന്താ ക്വസ്റ്റ്യൻസ്? അഡിഷനിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് അത്. അല്ലാതെ നിങ്ങൾക്ക് വെറുതെ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടാൻ തരുവല്ല ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. There are 32 pencil in one box and 36 pencil in another box. How many pencils are there in all? Question വായിച്ചോ? മിസ് വായിക്കുന്നതിന്റെ കൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. All of you listen. പിന്നെ എല്ലാരും കളി തുടങ്ങിയിട്ടുണ്ടേ. I don't like that. മിസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എല്ലാരും ടെക്സ്റ്റ് തന്നെ നോക്കണേ. There are 32 pencil in one box and മുഹമ്മദ് ടി എവിടെയാ നോക്കുന്നേ? Okay, there are 32 pencils in one box and 36 pencils in another box. How many pencils are there in all? എന്താ ക്വസ്റ്റ്യൻ? ആരാ പറഞ്ഞിരുന്നേ മിസ്സിന്? മിൻഹാജ് ഒരിക്കൽ പറഞ്ഞില്ലേ? ഇനി വേറെ ആരെങ്കിലും പറയട്ടെ കേട്ടോ. അഫ്ലു. ഓക്കെ, അഫ്ലു പറഞ്ഞോ. ഒരു ബോക്സിൽ 32 പെൻസിലും മറ്റേ ബോക്സിൽ 36 പെൻസിലും. അപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടല് പെൻസിലിന്റെ എണ്ണം കണ്ടുപിടിക്കണം അല്ലേ? അതായത് ഒരു ബോക്സിനകത്ത് 32 പെൻസിൽസ് ഉണ്ട്, വേറൊരു ബോക്സിനകത്ത് 36 പെൻസിൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കണം. എത്രയാ? 68 ആണ് അതിന്റെ ആൻസർ. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാല് നിങ്ങൾ എങ്ങനെ അതിന്റെ ആൻസർ എഴുതും? വെറുതെ 32 + 36 എഴുതി വെക്കുവോ? എഴുതി വെക്കുവോ? അങ്ങനെ എഴുതിയാല് നിങ്ങൾക്ക് ഇപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്ക് പോലും കിട്ടൂല. വേർഡ് പ്രോബ്ലംസ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പൊ എല്ലാരും നോട്ട് എടുത്തേന്ന്. All of you take your notebook. അതില് ഈ ക്വസ്റ്റ്യൻ എഴുതേണ്ട സ്ഥലം അവിടെ ഒഴിച്ചു വിട്ടതിന് ശേഷം അതിന്റെ ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നെ എഴുതി ചേർത്താൽ മതി. എന്നിട്ട് അതിന്റെ ആൻസർ എങ്ങനെ എഴുതണ്ടേന്ന് മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ ആൻസറിൽ എഴുതി വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതണം? നമ്പർ ഓഫ് പെൻസിൽസ് in first box. Number of pencils in first box. എത്രയാ? ഫസ്റ്റ് ബോക്സിലെ നമ്പർ ഓഫ് പെൻസിൽസ് എത്രയാ? 32. ഇത് എഴുതി വെച്ചോ, മിസ്സിന്റെ കൂടെ തന്നെ എഴുതിക്കോ നോട്ടില്. Number of pencils in first box is equal to 32. Then second step, രണ്ടാമത് നമുക്ക് എന്താ തന്നിട്ടുള്ള ഇൻഫർമേഷൻ? 36 pencils in another box. അതെങ്ങനെ എഴുതും? Number of
pencils in second box. Number of pencils in second box. ആദ്യത്തെ ബോക്സിൽ 32 പെൻസിൽസ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ സെക്കൻഡ് ബോക്സിൽ 36 പെൻസിൽസ് ഉണ്ട്. ഈ രണ്ട് ഇൻഫർമേഷൻ അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നേ അല്ലേ? രണ്ട് ബോക്സില് ഒന്നില് 32 പെൻസിലും രണ്ടാമത്തേല് 36 പെൻസിൽസും ഉണ്ട്. What we have to find out? എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ്. എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഈക്വൽ ടു, നമുക്ക് രണ്ട് ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബോക്സിൽ 32 പെൻസിൽസ് ഉണ്ടെന്നും രണ്ടാമത്തെ ബോക്സിൽ 36 പെൻസിൽസ് ഉണ്ടെന്നും. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി പെൻസിൽസ് ആർ ദർ ഇൻ ഓൾ. ഹൗ മെനി പെൻസിൽസ് ആർ ദർ ഇൻ ഓൾ എന്ന് വെച്ചാൽ ഹൗ മെനി എന്ന് വെച്ചാല് എത്ര പെൻസിൽസ് ആർ ദർ ഇൻ ഓൾ, ടോട്ടൽ എത്ര പെൻസിൽസ് അവിടെ ഉണ്ട്. അപ്പൊ അതെങ്ങനെ എഴുതും? ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് is equal to 32 plus 36. 32 plus 36. ഇത്രയും സ്റ്റെപ്പ് എഴുതിയതിനു ശേഷം ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്കിന്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് 32 പ്ലസ് 36 എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. എത്രയാ? 2 plus 6 8, 3 plus 3 6. നോട്ട്ബുക്കിന്റെ സൈഡിലായിട്ട് 32 plus 36 താഴെ താഴെ എഴുതി അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. 32 plus 36 that is equal to 68. അതിനുശേഷം ഇവിടെ ആൻസർ എടുത്ത് എഴുതുക. എത്രയാ? 32 plus 36 equal to 68. ആൻസർ കിട്ടിയില്ലേ? ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? Thus there are 68 pencils in all. There are 68 pencils in all. ഇങ്ങനെയാണ് ഒരു വേർഡ് പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. 68 എന്ന് മാത്രം ഇവിടെ എഴുതി വെച്ചാൽ പോരാ, ഈ ഒരു സെന്റൻസ് കൂടി ഉണ്ടെങ്കിലേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. Thus there are 68 pencils in all. നമ്മളോട് ചോദിച്ചത് അവിടെ എത്ര പെൻസിൽസ്, ടോട്ടൽ എത്ര പെൻസിൽ ഉണ്ട് എന്നാ ചോദിച്ചത്. അതുകൊണ്ട് അതിന്റെ ആൻസർ അവിടെ 68 പെൻസിൽസ് ഉണ്ട്. ദാറ്റ് ഈസ് ദി ആൻസർ. ഒരു വേർഡ് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. എല്ലാരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കഴിയാറായി. എഴുതി കഴിയാത്തവർ ഡോണ്ട് വറി, ഇപ്പൊ തന്നെ മിസ് ഗ്രൂപ്പിൽ ഈ ആൻസർ ഇട്ട് തരാം കേട്ടോ. അത് നോക്കി എഴുതി വെച്ചാൽ മതിയേ. അപ്പൊ ഇന്ന് ഇനി ഹോംവർക്ക് ഒന്നും വേണ്ട. അടുത്തുള്ള വേർഡ് പ്രോബ്ലംസ് 6 എണ്ണം ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ,
ഇതും കൂടി ആയാല് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ ആ പ്രോബ്ലംസ് 6 പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ആൻസർ ഇപ്പൊ മിസ് ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.